ശ്രീ എൻ ശ്രീകുമാർ ഈ കുറ്റപത്രം സമർപ്പിച്ച വിചാരണയിലേക്ക് കടക്കാനിരിക്കെയാണ് തനിക്ക് വിടുതൽ നൽകണമെന്നൊരാവശ്യവുമായി ആ, സുധാകരൻ കോടതിയെ സമീപിക്കുന്നത്. ആ ഹർജി കോടതി അംഗീകരിക്കുകയായിരുന്നു. സാങ്കേതികമായി ഇതൊക്കെ ശരിയാണ്, പക്ഷേ തെളിവുകളില്ല എന്നൊരു നിലപാടിലേക്ക് കോടതി എത്തിയിട്ടില്ല എന്നുള്ളതാണ് ബി എൻ ഹസ്കറിന്റെ വാദം. അല്ല, തെളിവുകൾ കൊടുക്കേണ്ടത് സുധാകരനല്ലല്ലോ. സുധാകരൻ അദ്ദേഹത്തിൻ്റെ ഭാഗം ഭംഗിയായി വാദിച്ചു കാണും. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ വിധിയുണ്ടായി. മറ്റേത് പാർട്ടിയല്ലേ, രണ്ട് മുഖ്യമന്ത്രിമാർ വന്നില്ല ഇത്രയും കാലമായിട്ട്. പാർട്ടിയുടെ നേതാവിനെതിരെ പാർട്ടിയാണല്ലോ തെളിവുകളൊക്കെ ഹാജരാക്കേണ്ടത്. ഇവിടെ സുധാകരന് ഈ വിധി കൊണ്ട് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നുമില്ല. കാരണം സുധാകരനെക്കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് ഒരു ധാരണയുണ്ട്. ആ ധാരണ സുപ്രീം കോടതി ഇപ്പം ശരിവെച്ചിരിക്കുകയാണ്. പക്ഷെ സുധാകരൻ പറഞ്ഞത് തലയ്ക്കുമേൽ നിന്നിരുന്ന ഒരു വാളായിരുന്നു എന്നാണ് ഈ ആരോപണം. അത് സുധാകരൻ വ്യക്തിപരമായിട്ട്, കാരണം അദ്ദേഹത്തെ RSSകാരനാക്കി അദ്ദേഹത്തെ പല രീതിയിൽ ഇവർ വേട്ടയാടില്ലോ. വ്യക്തിപരമായിട്ട് സുധാകരനെ സംബന്ധിച്ചിടത്തോളം അതൊരു നേട്ടമാണ്. പക്ഷേ പാർട്ടിക്കാർക്ക് മുന്നിൽ സുധാകരനെ സംബന്ധിച്ച് സുധാകരനിൽ അവിശ്വാസം ഒരിക്കലും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ 2 തവണ MP ആക്കിയതും KPCC പ്രസിഡന്റ് ആക്കിയതും ഒക്കെ. KPCC പ്രസിഡന്റ് ആക്കണമെങ്കിൽ അത്രയും വിശ്വാസം പാർട്ടിയിൽ ഉണ്ടാകണമല്ലോ. അതാണ്. പക്ഷെ ഇതിൽ EP ജയരാജനോടുള്ള CPMൻ്റെ സമീപനത്തിന് ഇനി മാറ്റം വരുത്തേണ്ടി വരും. കാരണം EP ജയരാജനോട് അറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയുടെ പ്രഭാരിയുമായിട്ടൊക്കെ ചർച്ച നടത്തിയെന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയമൊക്കെ ഈ പാർട്ടി കൊണ്ടുവന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനു മുമ്പ് അദ്ദേഹം ഗോവിന്ദമാഷ്ട ജാഥയിൽ പങ്കെടുത്തില്ല, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ആ കാലത്തൊക്കെ ഈ പാർട്ടി എടുത്ത നിലപാടുകളുണ്ട്. അതൊക്കെ ഇനി ഒന്ന് ചെറുതായിട്ട് മാറ്റേണ്ടി വരും. കാരണം EP ജയരാജനെ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പാർട്ടി തോറ്റു, പാർട്ടി കേസ് കൊടുത്തിൽ എന്തുകൊണ്ട് തോറ്റു എന്നൊരു ശങ്ക പ്രവർത്തകർക്കിടയിൽ വരുമ്പോൾ അത് മറികടക്കാനുള്ള ഒരു പ്രതികരണം ഉണ്ടാവണം. അല്ലെങ്കിൽ പ്രവർത്തകർക്ക് വിശ്വാസമുള്ള കാര്യം പറയണം. ഇവിടെ ഇപ്പോൾ സമൂഹത്തിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം ഈ പാർട്ടി എടുക്കുന്ന പല നിലപാടുകളും സമൂഹം അത്ര അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് ബോംബ് നിർമ്മാണത്തിനിടയിൽ മരിച്ചുപോയവർക്ക് സ്മാരകം പണിതപ്പോൾ രക്തസാക്ഷി സ്മാരകം പണിതില്ലേ? അപ്പോൾ ആ പാർട്ടിയെക്കുറിച്ച് സമൂഹത്തിന് ഒരു കാഴ്ചപ്പാട് വന്നില്ല. 2 ദിവസം മുമ്പല്ലേ സംഭവം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ പാർട്ടി ഈ കാര്യത്തിലൊക്കെ എടുക്കുന്ന നയവും പരിപാടിയൊക്കെ സമൂഹത്തിന് മുമ്പിലൊരു ധാരണയുണ്ട്, കോൺഗ്രസ്സുകാർക്കും ധാരണയുണ്ട്. പക്ഷേ പാർട്ടി പ്രവർത്തകർക്ക് അവർക്ക് മുന്നിൽ EP ജയരാജൻ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ്. എന്താണ് ആ ചോദ്യം? ഈ കേസിൽ ഞാൻ സുപ്രീം കോടതിയിൽ പോകാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും. അതിൽ ഇന്ന് പ്രതികരണം ഉണ്ടാവില്ല, പോട്ടെ, ഒരു നാളെ പ്രതികരിക്കാതിരിക്കാം. പക്ഷേ എൻ്റെ ശ്രീമതി സ്മൃതി LDF കൺവീനറല്ലേ അദ്ദേഹം? അത് ആദ്യം ആലോചിക്കണ്ടേ. മുന്നണി കൺവീനറല്ലേ? ഭരിക്കുന്ന മുന്നണിയുടെ ഏകോപന സമിതിയുടെ കൺവീനറാണ്. ഏകോപന സമിതി, നമ്മൾ വെറുതെ LDF കൺവീനർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലൈസൺ കമ്മിറ്റി കൺവീനറാണ് അദ്ദേഹം. അപ്പോൾ ആ നിലയ്ക്ക് ശ്രീ EP ജയരാജൻ പാർട്ടിക്ക് മുന്നിൽ ഒരു ചോദ്യം എറിഞ്ഞിരിക്കുകയാണ്. ആ ചോദ്യത്തിന് പാർട്ടി ഉത്തരം പറയണമെന്ന് മാത്രമല്ല, EP ജയരാജനോട് പാർട്ടിയുടെ സമീപനത്തിൽ മാറ്റം വരണം. ഇപ്പോൾ ഈ BJPയുമായി ചർച്ച നടത്തിയതിൽ പാർട്ടി എന്തെങ്കിലും നടപടി എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. ഇനി അതൊക്കെ മാറ്റേണ്ടി വരും. കാരണം EPയെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇനി പാർട്ടിക്കുണ്ട്. അത് EPയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇനിയുള്ള വളർച്ചയിൽ ഒരു വലിയ മുതൽക്കൂട്ടായി മാറും. ഒരു കേസ് തോറ്റു എന്നുള്ളത്, ആ കേസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം, തെളിവില്ല, സാങ്കേതികത്വം എന്നൊക്കെ പറയാം. ഇപ്പോൾ ശ്രീ ഹക്സർക്ക് തന്നെ അദ്ദേഹം CPMനെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. ശ്രീ ഹക്സർക്ക് പോലും എന്തുകൊണ്ടാണ് പാർട്ടി പ്രതികരിക്കാതിരുന്നത്, പാർട്ടി പ്രസിഡന്റ്, സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പ്രതികരിക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം കിട്ടാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് പിണറായി വിജയൻ പണ്ട് പറഞ്ഞവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പാർട്ടിയെക്കുറിച്ച് ചുക്കും അറിയില്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ പാർട്ടിയുടെ സമുന്നത നേതാവായ EP ജയരാജൻ തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകി പാർട്ടി പ്രവർത്തകർക്ക് നേതൃത്വം ഇക്കാര്യത്തിൽ വ്യക്തമായ വിശദീകരണം നൽകണം. കാരണം ഇതിലെ കേസ് വാദിച്ചതൊക്കെ പാർട്ടി അധികാരത്തിരിക്കുന്ന സമയത്തല്ലേ. കഴിഞ്ഞ 8 വർഷമായിട്ട് പാർട്ടി അധികാരത്തിലാണ്. പിന്നെ നായനാരുടെ കാലത്താണ്, അതിനുശേഷം അച്യുതാനന്ദൻ വന്നു. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ശ്രീ സുധാകരൻ ഒറ്റയ്ക്ക് നടത്തിയ കേസാണിത്. പാർട്ടി അതിലങ്ങനെ കാര്യമായ രീതിയിലൊന്നും ഇടപെട്ടതായിട്ട് എൻ്റെ അറിവിലില്ല. ഉണ്ടെങ്കിൽ അത് റിജിലിന് കൂടുതൽ അറിയാമായിരിക്കും, അദ്ദേഹം കണ്ണൂരുകാരനാണല്ലോ. പക്ഷേ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയ നേട്ടം തന്നെയാണ്. കാരണം CPM നിരന്തരം വേട്ടയാടുന്നത്
തെറ്റാണ് എന്ന് വിധി വഴി അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. CPM എനിക്കെതിരെ ഉന്നയിച്ച ആരോപണം, RSS ആരോപണം ഒക്കെ തെറ്റാണെന്ന് വന്നിരിക്കുകയല്ലേ. ഈ പ്രവർത്തകരെ RSSകാരാണ് ഈ പ്രവർത്തകരെന്ന്, ഈ വെടിവെച്ച പ്രവർത്തകരെന്ന് ഇന്ന് EP ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ CPMൻ്റെ നിലപാട് വളരെ പെട്ടെന്നുണ്ടാവേണ്ടതല്ലേ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഇതിൽ ചർച്ചയ്ക്ക് വരും. പാർട്ടി ഒരുപാട് കാര്യങ്ങൾ നാളെ ജനങ്ങളോട് വിശദീകരിക്കേണ്ട അവസ്ഥ വരികയാണ്. ഒരുപക്ഷെ അതിനൊക്കെ ഒരു കാര്യകാരണമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ആയിരിക്കാം ഇന്നത്തെ ഒഴിവാക്കിയത് ഞാൻ കരുതുന്നു. എന്തായാലും ഗവർണർ വിഷയം എന്ന് സംഭവിച്ചു, EP വിഷയം എന്ന് സംഭവിച്ചു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ വിധി ഗവർണർ വിഷയത്തിലല്ല, EP-യുടെ വിഷയത്തിലാണ്. ഗവർണർ വിഷയം എന്ന് പറയുന്നത് ഗവർണർ, മുഖ്യമന്ത്രി അല്ലെ ഭരണത്തവൻ, സഭാ നേതാവ് തമ്മിലുള്ള തർക്കമേ ഉള്ളൂ. ഇതല്ലല്ലോ. ഇതൊരു പാർട്ടിയുടെ നേതാവും പാർട്ടിയുടെ പ്രവർത്തകരും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ ഉൾപ്പെടുന്നല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ EP-യോടുള്ള സമീപനം ഇനി CPM-ന് മാറ്റേണ്ടി വരും. സമീപനം എന്ന് വെച്ചാൽ EP തന്നെയാണ് പല ഘട്ടങ്ങളിൽ ഗവർണറുടെ വിഷയത്തിലും ഇന്ന് പാർട്ടി സെക്രട്ടറി പ്രസ്താവനയാണ് ഇറക്കിയത്. വാർത്താ സമ്മേളനമല്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.